الحمد لله الذي أنزل قرآنا عربيا لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في جلسة من جلسات دروس اللغة العربية لغير الناطقين بها، وقرأنا الدرس 17 كاملا أو متبقيا، لكن نعم. بقي أين وقفنا؟ بلشنا تمرين رقم 11. تمرين رقم 11. أنا مريض. أوكي. تمرين رقم 11 ആണെങ്കിൽ 11 البرد شديد أصبح صح. أصبح വന്നാൽ എന്താവും? ഡോക്ടർ എഴുതിയിട്ടായിരുന്നല്ലോ. أصبح البرد شديدا. شديدا. أنا مريض എന്നുള്ളത് എന്ത് പറഞ്ഞു? أصبحت مريضا. فهم أصدقاء എന്നിടത്ത് എന്ത് പറഞ്ഞു? أصبحهم. അങ്ങനെ ശരിയാവുക. അന വന്നപ്പോ അസ്ബഹത്ത് പറഞ്ഞു. ഹും വരുമ്പോ എന്ത് പറയണം? അസ്ബഹു മരീദൻ. അസ്ബഹു അസ്തിഖാ കാരണം തൻവീൻ സ്വീകരിക്കില്ല. അസ്ബഹു അസ്തിഖാ. അപ്പൊ ലമീർ വരുന്നിടത്ത് അങ്ങനെ പറഞ്ഞാൽ മതി. ഓക്കെ. الثاني عشر أوشك. أوشك എന്താ പറഞ്ഞു നമ്മള്? ആകാനടുത്തു. ഖറുബ. അവിഷക്കയുടെ മീനിങ് ഖറുബ എന്നാണ്. വഹിയ തഅമലു അമല കാന. കാനയുടെ അമലാണ് ചെയ്യുക, പക്ഷേ നമ്മളത് വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല. അതിന് ചില പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത് കാനയുടെ സഹോദരിമാരുടെ കൂട്ടത്തിൽ നമ്മൾ അവിഷക്ക പറയായിരുന്നു. കാന പറഞ്ഞപ്പോൾ കാനയുടെ സഹോദരിമാര് കാന ബാത്ത സാറ അംസ ലൈസൽ മാദാമ മാബിരഹ മൻഫക മാഫത്തി എന്നൊക്കെ പറഞ്ഞു. അവിഷക്ക അതിനകത്തില്ല. കാരണം അമലു കാന എന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്ത് പറഞ്ഞു? വയജിബു അനിവാര്യമാകും, വാജിബാകും. യകൂന ഖബറുഹ അതിന്റെ ഖബർ ആയിത്തീരൻ. കാനയുടെ ഇസ്മിന് എന്താണ്? റഫ്ആണ്. കാന അല്ലാഹു ഗഫൂറൻ. പിന്നെ ഖബർ എന്ത് വരണം? അവിഷക്കയുടെ ഖബർ യജിബു അൻ യകൂന ഖബറുഹ മുകവ്വനൻ. കവ്വന എന്ന് പറഞ്ഞാൽ കവ്വിൻ നേരത്തെ പഠിച്ചല്ലോ നമ്മൾ. കവ്വിൻ കാന യകൂനൂടെ കവ്വിനാക്കിയപ്പോഴത്തേക്ക് എന്തായി? കവ്വനാക്കി. കവ്വിൻ ആക്കൂ എന്ന് പറഞ്ഞു. മുകവ്വനൻ എന്ന് പറഞ്ഞാൽ ആക്കപ്പെട്ടത്. ഖബറുഹ മുകവ്വനൻ മിൻ അൻ വൽ ഫൈലുൽ മുളാരി. ഫൈലുൽ മുളാരിയും അന്നും ചേർത്ത് ഉണ്ടാക്കപ്പെട്ടതായിരിക്കണം. അപ്പൊ ഖബറിലെ നസ്ബ് നമുക്ക് കാണാൻ പറ്റില്ല. ഖബറിലെ നസ്ബ് കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇസ്മ ലാഹിർ വരണം. പ്രത്യക്ഷമായ നാമം വന്നെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് കാണാൻ പറ്റൂ. അപ്പൊ ഇവിടെ എന്താണ്? അവിഷക്കയുടെ രണ്ടാം ഭാഗം യകൂനു ഖബറുഹ മുകവ്വനൻ മിൻ അൻ വൽ ഫഇലുൽ മുളാരി. അന്നും ഫഇലുൽ മുളാരിയും കൂടെ ചേർന്നതായിരിക്കണം. നഹവ് ഇനി പറയുന്നത് പോലെ എന്താ പറയുന്നത്?
ഔഷക ദർസു അയ്യൻതഹി, ക്ലാസ് തീരാറായി. അപ്പോ ഔഷക ഒന്നുകൊണ്ട് എന്ത് ചെയ്തു? അപ്പൊ നമ്മൾ ഔഷകയുടെ ഇസ്മാണ് ഇത് ദർസ്, അതുകൊണ്ട് അതിന് റഫ വന്നു. പിന്നെ അതിന്റെ ഖബർ എന്താണ്? അയ്യൻതഹിയ എന്നതാണ്. ഔഷകയുടെ ഖബർ അന്നും ഫിഅ്ൽ മുളാരിയും ചേർന്നതായിരിക്കും. ആയിരിക്കൽ എന്താണ്? യജിബു എന്നാണ് പറഞ്ഞത്, അവിടെ അനിവാര്യമാകും. വയുസ്തഅമലു മിൻഹൽ മുളാരിഉ അയ്ളൻ, അതിന്റെ മുളാരിഉം ഉപയോഗിക്കും. അപ്പൊ അതിന്റെ മാദിയും വരും, മുളാരിയും വരും. നഹ്വ് ഇപ്രകാരം, ഈ പറയും പ്രകാരം യൂഷിക്കു തുല്ലാബു, ഔഷക യൂഷിക്കു, ഔഷകയുടെ മുളാരിയാണ് യൂഷിക്കു. യൂഷിക്കു തുല്ലാബു അൻ യർജിഉ ഇലാ ബിലാദിഹിം, യൂഷിക്കു തുല്ലാബു അൻ യർജിഉ ഇലാ ബിലാദിഹിം, അവർ നാട്ടിലേക്ക് പോകാറായി, അവധിയാകാറായി, അവര് നാട്ടിലേക്ക് പോകാറായി. അപ്പോ യൂഷിക്കു തുല്ലാബു, യൂഷിക്കുവിന്റെ അത്തുല്ലാബു യൂഷിക്കുവിന്റെ ഇസ്മാണ്. അതിന്റെ ഖബർ എന്താണ്? അൻ യർജിഉ എന്ന ഫ്രൈസ് എന്ന് ഇംഗ്ലീഷിൽ പറയും എന്ന ഭാഗമാണ്. ഇലാ ബിലാദിഹിം. അസ്സാലിസത്ത് അശർ യുരീദുഹ ലിഅംരിമ്മ, അംരിമ്മയ്ക്ക് എന്താ നമ്മൾ പറഞ്ഞത്? കിതാബും മാ എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ മാ എന്താണ്? ഏതോ ഒന്ന് എന്ന അർത്ഥത്തിലുള്ള മായാണ്. അംരിമ്മ, ആ മാ വരുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം അതിന് ശേഷം മായ്ക്ക് ശേഷം ഒരു കണക്ഷൻ ഉണ്ടാവില്ല. ഈ മായ്ക്ക് ശേഷം വേറെ ഒരു കണക്ഷൻ ഉണ്ടാവില്ല. നമ്മൾ ഒരു ശേഷം വരുന്നതുമായിട്ട് ഒരു ബന്ധം മായ്ക്കുണ്ടാവില്ല. ഉദാഹരണം ഹാദിഹി മാ, ഈ പറയുന്ന മാ എന്താണ്? നക്കിറത്തു താമ്മത്തുൽ മുബഹമത്തു എന്നാണ് ഇതിനെ പറയുന്നത്. നക്കിറത്തു താമ്മത്തു എന്താണ്? പൂർണ്ണമായ നക്കിറയാണത്. നക്കിറത്തു താമ്മത്തു അതെന്താണ്? തികച്ചും ഒരു നക്കിറയാണ്, ഒരു ഇൻഡെഫിനിറ്റ് ആണ്. ഒരു സാധാരണ ഇൻഡെഫിനിറ്റ് അല്ല, കുറച്ചുകൂടെ അതിര് കടന്ന ഇൻഡെഫിനിറ്റ് ആണ്. അൽ മുബഹമത്തു, ഇപ്പൊ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അവ്യക്തമായതാണ്. ഇറ്റ്സ് നോട്ട് സ്പെസിഫിക്. അൽ മുബഹമത്തു ആണത്. പിന്നെന്താ? മുബഹം എന്ന് പറഞ്ഞാൽ അവ്യക്തമായത്, മുബഹം വ്യക്തമല്ലാത്തത്. നക്കിറത്തു താമത്തിൽ മുബഹമാണ് ഈ ഇങ്ങനെയുള്ള മാ. വതഅതി നഅതൻ ലിമാ ഖബ്ലഹ, അതിന് മുമ്പ് പറഞ്ഞതിന്റെ നഅത്ത് എന്താണ്? സിഫത്ത് എന്നും പറയാം, വിശേഷണമാണ്. നഅത്ത് മൻഊത്ത് എന്ന് പറഞ്ഞത് നാമവും വിശേഷണം നമ്മൾ പറഞ്ഞു. അതിന്റെ ആദ്യം പറഞ്ഞതിന്റെ വിശേഷണമാണ് ലിമാ ഖബ്ലഹ. നഹ്വ് പറയും പ്രകാരം സാഫർതു ഇല റിയാദി ലിസബബിൻ മാ, മാക്ക് ശേഷം വേറെ കണക്ഷൻ ഒന്നുമില്ല. സാഫർതു ഇല റിയാദ്, ഞാൻ റിയാദിലേക്ക് പോയി അല്ലെങ്കിൽ യാത്ര ചെയ്തു. ലിസബബിൻ മാ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി. അപ്പൊ കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും പറയുന്നത്. ഉദാഹരണം നമ്മൾ ഏതെങ്കിലും ഒരു ചരിത്രം കഥയെ പറയുമ്പോൾ നമ്മൾ പറയല്ലോ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് പോയതായിരുന്നു. മനസ്സിലായില്ലേ? എന്തായി? അപ്പം തികച്ചും അവ്യക്തമായ സംഭവമാണ്. സാധാരണ നമ്മൾ പറയുന്ന വലതുൻ അൽ വലതു അല്ലെങ്കിൽ അൽ വലതുവിനെ വലതിനാക്കുന്നത് പോലെയല്ല. അതിനും അപ്പുറമായ അവ്യക്തമായ ഒരു സംഗതിക്ക് വേണ്ടിയാണ് എന്തുപയോഗിക്കുന്നത്? ഇങ്ങനെ അംരിമ്മ, കിതാബിമ്മ, അതുപോലുള്ള മാ ഉപയോഗിക്കും. അതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതിന് ശേഷമുള്ളതുമായിട്ട് കണക്ഷൻ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് ശേഷം ഒന്നും ഉണ്ടാവില്ല. പറഞ്ഞിരിക്കുന്ന പോലെ സാഫർത്തിലെ റിയാദ് ഈ സബബിമ്മ, എന്തോ ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ റിയാദിലേക്ക് പോയി. ആയത്തിന് കിതാബമ്മ,
അപ്പോ ഏത് പുസ്തകം ഒന്നുമില്ല, ഏതെങ്കിലും ഒരു കിതാബ് കിട്ടിയാൽ മതി, ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ടുപോവാ, ഏതെങ്കിലും ഒരു പുസ്തകം കൊണ്ടുവരിക. ഏത് സബ്ജക്റ്റ് ആണെന്നില്ല, ആരുടെ ആണെന്നില്ല, എത്ര പേജുകളാണെന്നില്ല, ഒന്നുമില്ല. അതിനി എനിക്കിനി തരൂ കിതാബം മ, ഏതെങ്കിലും ഒരു പുസ്തകം. റഅയ്തുഹു ഫീ മകാനിൻ മ, ഇത് നമുക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, നേരത്തെ പറഞ്ഞ പോലെ. ഇയാളെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. റഅയ്തുഹു, അവനെ ഞാൻ കണ്ടു, ഫീ മകാനിൻ മ, ഏതോ ഒരു സ്ഥലത്ത് വെച്ച്. ഖറഅതു ഹാദൽ ഖബറ ഫീ സഹീഫത്തിൻ മ, അപ്പൊ നമ്മൾ എന്തോ ഒരു വാർത്ത വായിച്ചു, വേറൊരാളത്ത് പറയാണ് നമ്മൾ ഏതോ ഒരു ഏതോ ഒരു പത്രത്തിൽ വായിച്ചു, ഏതോ ഒരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് തന്നെ ഓർമ്മയല്ല ഏത് പത്രത്തിലാണ്. അതേസമയം ഖറഅതു ഫീ സഹീഫത്തിൻ, ഞാനൊരു പത്രത്തിൽ വായിച്ചു എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സിലുണ്ടാകാം ഞാനൊരു പത്രത്തിൽ വായിച്ചു. പക്ഷെ ഇപ്പൊ അറിയുമ്പോൾ ഏതോ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചിരുന്നു എന്നാണ്. അപ്പൊ എന്താണ് നക്കിറത്തു താമത്തുൽ മുബഹമത്തു, ഇപ്പൊ അതിന്റെ മീനിങ് മനസ്സിലായോ? കംപ്ലീറ്റ്ലി ഇൻഡെഫിനിറ്റ് ആണ്. അതിനാണ് ഈ മാ വരുന്നത്. അറാബിയത്ത് അശർ മുഹമ്മദ് ബിൻ വില്യം. നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഒറിജിനൽ ടെക്സ്റ്റ് ഉണ്ടോ? ഈ പറയുന്ന ടെക്സ്റ്റ് അറിയാനുണ്ടോ? ഉണ്ടോ? ആ, അതില് പേജ് 149 ആ, പേജ് 149 ആണ് വായിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. മുഹമ്മദ് ബിൻ വില്യം എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞായിരുന്നു, എളുപ്പത്തിൽ പറയുന്ന, ഇവിടെ കുറച്ച് വിശദമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗ്രാമറിന്റെ പറയേണ്ട മട്ടത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ മകന്റെയും വാപ്പയുടെയും ഇടയിൽ ഇബിന് വന്നാൽ, എന്ത് വേണ്ട? ഇബിനിന്റെ അലിഫ് വേണ്ട, അല്ലെങ്കിൽ ഹംസത്തുൽ വസ്ല് വേണ്ട. അപ്പൊ എന്തായിരിക്കണം? അത് ഡയറക്റ്റ് ആയിരിക്കണം, സ്ട്രൈറ്റ് അവേ ആയിരിക്കണം. ഇടയിൽ ഒരു ബ്രേക്കും ഉണ്ടാകാൻ പാടില്ല. ഇനി അതിന്റെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്. ഇടയിൽ ഒരു ബ്രേക്കും ഇല്ലാതെ വാപ്പയുടെയും മകന്റെയും പേര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇബിന് ഹംസത്തുൽ വസ്ല് വേണ്ട. തുഹ്ദഫു, കളയപ്പെടും. ഹംസത്തു ഇബിൻ, ഇബിനിന്റെ ഹംസത്ത് അഥവാ ഹംസത്തുൽ വസ്ല് കളയപ്പെടും. ഇദാ ജാഅ സിഫത്തൻ, അതൊരു വിശേഷണമായി വന്നാൽ, ലി അലമിൻ, ഒരു അലം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ നൗൺ, ഒരു വ്യക്തിയുടെ പേരിന്റെ വിശേഷണമായി വന്നാൽ, മുദാഫൻ, അതൊരു മുദാഫായിട്ടും, മുദാഫ് എന്ന് പറഞ്ഞാൽ ചേർക്കപ്പെട്ടത്, ഇലസ്മി അബീഹി, അദ്ദേഹത്തിന്റെ വാപ്പയുടെ പേരിലേക്ക് ഇളാഫത്ത് ചെയ്ത് വന്നാൽ. ഇബിനു അബ്ദില്ല എന്ന് പറഞ്ഞാൽ ഇബിനു അബ്ദില്ല, അബ്ദിലേക്ക് എത്തിയത് ഇബിനെ ഇളാഫത്ത് ചെയ്യുകയാണ് ചെയ്യും. അങ്ങനെ ഇളാഫത്തായി വരികയും, നേരത്തെ ഉള്ളത് പിന്നെ മുഹമ്മദ് അല്ലെങ്കിൽ ഉമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇബിനു ഖത്താബ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇബിന് ഉമറിന്റെ വിശേഷണമാണ്. ഉമർ ഇബിന് ഖത്താബ് എന്ന് പറഞ്ഞാൽ ഉമറാണ്, അതായത് അല്ലെങ്കിൽ ഇബിന് ഖത്താബിന്റെ മകനായ, അപ്പോ ആ ഉമറിന്റെ വിശേഷണമാണ് ഇബിന് ഖത്താബ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഗ്രാമറ്റിക്കലി ഇങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇദാ ജാഅ സിഫത്തൻ, അത് ഇബിന് സിഫത്തായി വന്നു, വിശേഷണമായി വന്നു. അലമിൻ, ഒരു വ്യക്തിനാമത്തിന്റെ, മുളാഫൻ, ആ ഇബിൻ എന്താണ്? മുളാഫാണ്, ചേർക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ സംബന്ധിക വിഭക്തി പ്രകാരം ചേർത്തതാണ്. ഇലസ്മി അബിഹി, അയാളുടെ പാപ്പയുടെ പേരിലേക്ക്. നഹ്വ് ഇനി പറയും പ്രകാരം മുഹമ്മദ് ഇബ്നു അബ്ദില്ല, മുഹമ്മദാണ്, ഇബ്നു അബ്ദില്ല. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമുക്കറിയാം ഇബിൻ എന്താണ്? മുഹമ്മദ് ഇബിൻ എന്ത് വന്നു? ഇബിന് ലമ്മത്ത് വന്ന എങ്ങനെയാ? മുഹമ്മദിന്റെ വിശേഷണമായതുകൊണ്ടാണ്. പിന്നെ അബ്ദിന് കെസ്ർ വരാൻ കാര്യം ഇബിനെ അബ്ദിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്.
അപ്പൊ അങ്ങനെ രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് എളുപ്പ വഴി, രണ്ട് നാമത്തിൽ, അതായത് വാപ്പയുടെയും മകന്റെയും പേരിന് മധ്യത്ത് ഇബിന് വന്നാൽ ഹംസത്തുൽ വസ്ൽ വേണ്ട. മുഹമ്മദ് മകന്റെ പേരാണ്, അബ്ദുല്ല വാപ്പയുടെ പേരാണ്, അല്ലെങ്കിൽ അബ്ദുള്ള എന്നത് വാപ്പയുടെ പേരാണ്. പിന്നെ രണ്ടിന് മധ്യേ ഇബിന് വന്നപ്പോൾ ഇബിന് ഹംസത്തുൽ വസ്ൽ വേണ്ട. പിന്നീട് എന്തായി? അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ്, അബ്ദുല്ലാഹിബിന് അബ്ദുൽ മുത്തലിബ്. ഇപ്പൊ അബ്ദുള്ള എന്നത് മകന്റെ പേരാണ്, അബ്ദുൽ മുത്തലിബ് വാപ്പയുടെ പേരാണ്. അതിന്റെ രണ്ടിന്റെയും മധ്യത്ത് ഇടയ്ക്ക് ഒരു ബ്രേക്കും ഇല്ലാതെ വന്നു. അപ്പോൾ ഹംസത്തുൽ വസ്ൽ വേണ്ട. യുഷ്തർത്തു ഉപാധിയാക്കപ്പെടും. ഇവിടെ ഇവന് കെസ്റ വന്നതോ? ഇവിടെ ഇവന് കെസ്റ വരാൻ കാര്യം എന്താ? അബ്ദുല്ലാഹി. ഇവിടെ അബ്ദുല്ലാഹി എന്ന് പറഞ്ഞ ഇബിനു അബ്ദില്ലേ, അബ്ദി, ഈ അബ്ദിനാണ് എടുക്കുക. ഇബിനു അബ്ദ്, മുഹമ്മദ് ഇബിനു അബ്ദി. ഈ ദാസന്റെ മകനായ മുഹമ്മദ് ആണല്ലോ. ദാസൻ ആരുടെ ദാസനാണെന്ന് ചോദിച്ചാൽ ദാസൻ അള്ളാഹുവിന്റെ ദാസൻ. ഈ ദാസന്റെ വിശേഷണമായിട്ടാണ് എന്ത് വന്നത്? ഇബിന് വന്നത്. ഈ ദാസൻ ആരാണ്? അയാള് ഈ ദാസന്റെ മകനാണ്, രണ്ടാമത് പറയുന്ന ദാസന്റെ മകനാണ്. ക്ലിയർ? അപ്പൊ ഈ ആദ്യത്തെ ദാസന്റെ വിശേഷണമായി വന്നതുകൊണ്ടാണ് ആ ദാസന് ഈ ഇബിന് കസ്റ വന്നത്. പിന്നെ ഈ ഇബിന്, ഈ അബ്ദിന് കസ്റ വരാൻ കാര്യം, ഈ ഇബിന് അബ്ദിലേക്ക് ഇളാഫത്ത് ചെയ്തു. വയുഷ്തർത്ത് ഉപാധിയാക്കപ്പെടും, ഷർത്തായി വരും. എങ്ങനെ? ഇബിന് ഹംസത്തുൽ വസ്ൽ പോകുന്നതിന് ഒരു ഉപാധിയുണ്ട്. അതെന്താണ്? അൻ തകൂനൽ കലിമാതു അസ്സലാസു, അൽ കലിമാതു സലാസു, അൽ കലിമാതു അസ്സലാസു. ഈ മൂന്ന് പദങ്ങളും, ഏതൊക്കെ പദം? വാപ്പയുടെ പേരും ഇബിനും മകന്റെ ആദ്യം മകന്റെ പേരാണ്, മകന്റെ പേരും ഇബിനും വാപ്പയുടെ പേരും. അങ്ങനെ മൂന്ന് പദവും അൽ കലിമാത്ത് സലാസു ഫി സതിരിൻ വാഹിദിൻ, ഒരു വരിയിലായിരിക്കണം. അതിനാണ് ഞാൻ ടെക്സ്റ്റ് ബുക്ക് എടുത്തു വയ്ക്കാൻ പറഞ്ഞത്. കാരണം ഇവിടെ വായിക്കുന്നിടത്ത് ഇബിൻ ഇങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. ഇവർ ടെക്സ്റ്റ് ഇങ്ങോട്ട് വാക്കിയെത്തിയപ്പോഴത്തേക്ക് ഇബിൻ ഇങ്ങോട്ട് കയറിപ്പോയി ടൈപ്പ് ചെയ്തപ്പോൾ. അത് വരുന്നുണ്ട്. ഈ സത്തറിൻ വാഹിദിന് ഒരു വരിയായിരിക്കാം. സത്തർ നമ്മൾ പറഞ്ഞു, സത്തർ വരി. മസ്തൂർ എന്നൊക്കെ പറഞ്ഞല്ലോ, അത് വരിയാക്കപ്പെട്ടാന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടാന്നർത്ഥം. ഒരു വരിയിലായിരിക്കണം സത്തർ. അങ്ങനെയുള്ള വരിക്കാണ് സത്തർ എന്ന് പറയുന്നത്, സഫല്ല കേട്ടോ. വഇദാ ജാഅ ബഅദുഹാ ഫീ സതറിൻ, അതിൽ ചിലത് ഒരു വരിയിലും. ഇദാ ജാഅ വന്നാൽ, ബഅദുഹാ അതിൽ ചിലത്, ഫീ സതറിൻ വരിയിൽ, ഒരു വരിയിൽ വരികയും, വബഅദുഹാ അതിൽ ചിലത്, ഫീ സതറിൻ ആഖർ മറ്റൊരു വരിയിലാവുകയും ചെയ്താൽ, കുതിബത് എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ എഴുതപ്പെടും, കലിമത്ത് ഇബ്നു ഇബ്ൻ എഴുതപ്പെടും, ബിൽ ഹംസത്തി ഹംസത്തുൽ വസ്ലുമായി ചേർത്തെഴുതും. ഹംസത്തുൽ വസ്ൽ അടക്കം എഴുതപ്പെടും. നഹ്വ് അൽ ഹസൻ ഇബ്നു അലി. ഇവിടെ ടെക്സ്റ്റിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതിൽ വന്നിരിക്കുന്നത് ഹസൻ ഇബ്നു അലി. എന്താണ്? ഹസനും ഇബ്നും ഒരു വരിയിലാണ്. ഇനി പുസ്തകത്തിൽ വന്നിരിക്കുന്നത് ആയിരുന്നാലും ഇവിടെ ഡിസ്പ്ലേയിലാണെങ്കിലും പുസ്തകത്തിൽ വന്നിരിക്കുന്നിടത്ത് ഇബിന് അടുത്ത വരിയിലാണ്. ഇവിടെ എന്താണ്? വാപ്പാടെ പേര് അടുത്ത വരിയിലാണ്, ഇബിന് അലി. എന്തായിരുന്നാലും എന്താണ്? ചിലത് ഒരു വരിയിലും വേറെ ചിലത് വേറെ വരിയിലുമാണെങ്കിൽ എന്ത് വേണം? ഇബിന് ഹംസത്തുൽ വസ്ൽ അടക്കം എഴുതണം. അപ്പൊ ഇവിടെ അൽ ഹസബിന് ഇബിനു, ഇബിൻ എന്താണ്? ഒരു വരിയിലാണ്, വാപ്പാടെ പേര് വേറെ വരിയിലാണ്. ഓക്കെ, ടെക്സ്റ്റിൽ എന്താ? ടെക്സ്റ്റിൽ ഇബിന് രണ്ടാമത്തെ വരിയിലാണ്, ഇബിൻ രണ്ടാമത്തെ വരിയിലാണ്. എങ്ങനെയായിരുന്നാലും ബഅദുഹാ ഫീ സത്രിൻ
വാഹിദിൻ വബഅദുഹാ ഫീ സത്രിൻ ആഖർ. അതിൽ ചിലത് ഒരു വരിയിലും വേറെ ചിലത് വേറൊരു വരിയിലും ആണെങ്കിൽ ഇബിൻ അവിടെ വേണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഒന്നുകൂടെ പറയാം, നേരത്തെ പറഞ്ഞ് പാപ്പയുടെയും ബാപ്പയുടെ പേരും, അല്ലെങ്കിൽ ആദ്യം മോന്റെ പേരും, മകന്റെ പേരും ഇബിനും പാപ്പയുടെ പേരും കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വരിക, ഇടയ്ക്ക് ബ്രേക്ക് ഒന്നും ഇല്ലാതെ, ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലാതെ തുടർച്ചയായിട്ട് വരിക. ഇടയ്ക്ക് ബ്രേക്ക് ഇല്ലാതെ എന്ന് പറഞ്ഞാൽ പകുതി അടുത്ത വരിയിലായാലും ബ്രേക്കായി, പകുതി അടുത്ത വരിയിലായാലും ബ്രേക്കായി. وتحذف في مثل حامد بن الشيخ إبراهيم ولا تحذف. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വരിയിലാണ്, ഒരു വരിയിൽ കുറച്ചും അടുത്ത വരിയിൽ കുറച്ചായാലും അതെന്തായി, ബ്രേക്ക് ആയതായി കണക്കാക്കപ്പെടും. അപ്പൊ ഇബിനിന്റെ ഹംസ എഴുതണം. വലാ തുഹദഫു ഫീ മിസ്ലി ഹാമിദ് ഇബ്നു ഷേഖ് ഇബ്രാഹിം. നേരത്തെ പറഞ്ഞെന്താ, വാപ്പയുടെയും മോന്റെയും മകന്റെയും വാപ്പയുടെയും, മകനും ഇബിനും വാപ്പയുടെ പേരും തുടർച്ചയായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ട് വരും, ബ്രേക്ക് ഇല്ലാതെ. ഇവിടെ ഹാമിദ് ഇബിന് ഷേഖ് ഇബ്രാഹിം എന്ന് പറഞ്ഞു. ഷേഖ് ഇബ്രാഹിം, ഇബ്രാഹിമിന് ടൈറ്റിൽ കൊടുത്താണ് ഷേഖ്. അങ്ങനെ ടൈറ്റിൽ വന്നാലും എന്താവും, ഹംസത്തുൽ വസ്ൽ പോവില്ല. അന്ന ഇബ്ന് ലം യഖ ബൈന അലമൈൻ. രണ്ട് പ്രോപ്പർ നൗണിനിടയിലല്ല ഇബിന് വന്നിരിക്കുന്നത്, രണ്ട് പ്രോപ്പർ നൗണിനിടയ്ക്കല്ല ഇബിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത് കളയപ്പെടുകയില്ല. അതാണ് ശരിയെല്ലാം പറഞ്ഞതാണ്. ഇബിന് നേരത്തെ ഞാൻ പാടെടുത്ത് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. ഹാത്തി ജമ്മ അൽ അസ്മാഇൽ ഹാത്തി എവിടെ എക്സസൈസാ? മുസ്ഹഫിന്റെ ജമ്മ എന്താണ്? മുസ്ഹഫുൻ, മസാഹിഫു. മുസ്ഹഫുൻ, മസാഹിഫു, മസാജിദ് വസനായതുകൊണ്ട് അതിനെന്തില്ല, അതിന് തൻവീനില്ല. അതേപോലെ ഫിനാഉൻ ജംഉഹു അഫ്നിയത്തുൻ. അഫ്നിയത്തുൻ എന്താ പറഞ്ഞ്? ഫിനാഉൻ അഫ്നിയത്തുൻ. അതേപോലെ നശാത്തുൻ, നശാത്തുൻ അൻഷിതത്തുൻ. ജാനിബുൻ, ജവാനിബു, ജവാനിബു. മസാജിദ് പോലെ ആയതുകൊണ്ട് അതിനും ഒരു ലമ്മേ ഉള്ളൂ. ഹാത്തി മാലിയ യഅബ. യഅബയുടെ മാലി എന്താ? അബ യഅബ. അബ യഅബ. السابعة عشر أدخل كل كلمة مما يأتي في جملة مفيدة. ജുംല മുഫീദ എഴുതിയിടുക കേട്ടോ, എഴുതിയിട്ട് ഗ്രൂപ്പിലിടുക. ഗ്രൂപ്പിലിടുന്നവർക്ക് എന്തുണ്ടാവും, പ്രയോജനം ഉണ്ടാവും. നമ്മൾ വെറുതെ പറഞ്ഞു പോകും. അൽജബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആശ്ചര്യപ്പെടുത്തി. അപ്പൊ അൽജബഹു അൽജബനി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും സംഭവം പറയാം. അസ്നാലഹി എന്താ? സ്തുതിച്ചു, വാഴ്ത്തി. മുസാബിന് എന്താണ്? അസാബയുടെ ഇസ്മു മഫ്ഊലാണ് മുസാബ്. ബാധിക്കപ്പെട്ടു, ബാധിക്കപ്പെട്ടു അല്ലെങ്കിൽ ബാധിതനായി. മശാരിഖുൽ അർളി വ മഗാരിബിഹ, മശാരിഖുൽ അർളി വ മഗാരിബുഹ. കിഴക്കും പടിഞ്ഞാറും അല്ല കേട്ടോ, ഭൂമിയുടെ ഉദയസ്ഥാനവും അസ്തമയസ്ഥാനവും. മശാരിഖുൽ അർളി വ മഗാരിബുഹ എന്ന് പറഞ്ഞാല് കിഴക്കും പടിഞ്ഞാറും അടക്കം, അതായത് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ. ആ അർത്ഥത്തിലാണ് നമ്മൾ പാഠത്തിൽ വന്നിരിക്കുന്നത്. മശാരിഖുൽ അർളി വ മഗാരിബിഹ ഖുർആനിലുണ്ടല്ലോ.
ഉണ്ടെന്ന ഓർമ്മ. അസ്ബഹ നേരത്തെ പറഞ്ഞു. വലൗ, വലവ് എന്താ? ആയിരുന്നാൽ തന്നെയും, ആണെങ്കിൽ തന്നെയും. അപ്പോ ഒരു സംഗതി പറഞ്ഞിട്ട് ഇപ്പുറത്ത് അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് സംഭവിച്ചു എന്ന് പറയണം. ഹുനൈഹത്തൻ അല്പസമയം. ഔഷക്ക നേരത്തെ പറഞ്ഞു. പിന്നീട് അന്നക്കിറത്ത് താമത്തു അൽ മുബഹമത്തു, തികച്ചും മുബഹമായ മാ, കിതാബിമ്മ, സബബിമ്മ, ഷൈഇമ്മ ഒക്കെ ചേർത്തിട്ട് ഒരു വാക്ക് പറയുക. ഓക്കെ ആണോ? ഓക്കെ. ഇനി നമുക്ക് ദർസ് സാമിനാഷർ പാഠം 18. പാഠം 18 ബാദ സലാത്തുൽ അസർ പഠിക്കണമെന്നാണ്. 18ാമത്തെ പാഠത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്, ഇൻട്രാൻസിറ്റീവ് ആയ വെർബിനെ ട്രാൻസിറ്റീവ് ആക്കാം. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അതിന് 2 സന്ദർഭവും ഞാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ 2 രീതി. ഒന്ന്, ഉദാഹരണമായി നസല എടുത്താൽ നസലയെ നസലയാക്കാം. നസല ഇറങ്ങി, അതെന്താണ്? ഇൻട്രാൻസിറ്റീവ് ആണ്. ഇറങ്ങി എന്ന് പറയുമ്പോൾ അതിനെന്തില്ല? ഒബ്ജക്റ്റ് ഇല്ല. ഇവിടെ ഒബ്ജക്റ്റ് അഥവാ മഫ്ഊൽ ബിഹി ഇല്ല. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് അഥവാ മഫ്ഊൽ ബിഹി എന്ന് പറയുന്നത് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് അത് പാഠം വായിക്കുമ്പോഴത്തേക്ക് പറഞ്ഞുതരാം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് വരും. അത് ഒബ്ജക്റ്റ് ആയിരിക്കാം, പക്ഷേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഗ്രമറ്റിക്കലി ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ലെ മഫ്ഊൽ ബിഹിയിലേക്ക് മഫ്ഊൽ ബിഹി ആയിട്ട് അത് പരിഗണിക്കുകയില്ല. മഫ്ഊൽ ബിഹി ആയിട്ട് പരിഗണിക്കണമെങ്കിൽ വറബത്തു സൈദൻ, ഞാൻ സെയ്ദിനെ അടിച്ചു. അപ്പൊ അടികൊണ്ടയാൾ ഡയറക്റ്റ് അവിടെ വരണം. അത് വറബ എന്നത് എന്തായിരിക്കണം? അത് ട്രാൻസിറ്റീവ് വെർബ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന്റെ മഫ്ഊൽ ബിഹി ആയിട്ട് അതിന് പരിഗണിക്കുകയുള്ളൂ. അപ്പൊ ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരണം. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അതിനെന്ത് പറയും? ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അല്ലാത്തത് ഇൻട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയും. അപ്പൊ നസല എന്ന് പറഞ്ഞപ്പോൾ ഇൻട്രാൻസിറ്റീവ് വെർബാണ്, അതിനെന്തില്ല? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. അതിനെ എന്താക്കാം? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ള ക്രിയയാക്കാം. അതിനെന്ത് ചെയ്യാം? മധ്യത്തെ അക്ഷരം ഇരട്ടിപ്പിക്കാം. അപ്പോൾ സബ്ബഹ ഗ്രൂപ്പ് ആവും, നസ്സലയാവും. അതേപോലെ അതേ ക്രിയയെ തന്നെ അഞ്ചലയാക്കി മാറ്റാം. അപ്പോ മധ്യത്തെ അക്ഷരം ഇരട്ടിപ്പിച്ച് സബ്ബഹ ഗ്രൂപ്പ് ആക്കിയാൽ ട്രാൻസിറ്റീവ് ആയ വെർബിനെ അല്ല ഇൻട്രാൻസിറ്റീവ് ആയ വെർബിനെ സബ്ബഹ ഗ്രൂപ്പ് ആക്കിയാൽ ട്രാൻസിറ്റീവ് ആകും. അല്ലെങ്കിൽ അഞ്ചല ഗ്രൂപ്പ് ആക്കുക. നസലയെ അഞ്ചലയാക്കിയാലും ട്രാൻസിറ്റീവ് ആകും. അപ്പൊ അഞ്ചല ഇറക്കി, ഇറക്കി എന്നതിന് ഡയറക്റ്റ് ഒബ്ജക്റ്റ് ആവശ്യമായി വരും. ഇപ്പൊ ഏത് ക്രിയയാണ് സബ്ബ ഗ്രൂപ്പ് ആക്കാൻ പറ്റുക, ഏത് ക്രിയയാണ് അഞ്ചല ഗ്രൂപ്പ് ആക്കാൻ പറ്റുക, ഏതിനാണ് ഇത് രണ്ടും ആക്കാൻ പറ്റുക എന്നത് നമ്മൾ എന്ത് ചെയ്യണം? നിരന്തര കണ്ടിന്യൂസ് പഠനത്തിലൂടെ, യൂസേജിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. അപ്പൊ നമ്മളൊരു ക്രിയ പഠിക്കുമ്പോൾ ആ ക്രിയയെ നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കുമ്പോൾ നമുക്ക് പഠിച്ചു പോകാം. തുടക്കത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ അത് ട്രാൻസിറ്റീവ് ആണോ ഇൻട്രാൻസിറ്റീവ് ആണോ, അതിനെ എങ്ങനെ ട്രാൻസിറ്റീവ് ആക്കാം എന്നൊക്കെ പഠിച്ചു പോവുകയാണ് എളുപ്പം. അഥവാ നമുക്ക് ആവശ്യമായി വരുമ്പോൾ ഡിക്ഷണറികൾ നോക്കി അതിനെന്ത് ചെയ്യണം? അങ്ങനെ ആക്കാൻ പറ്റുമോ അല്ല ഇങ്ങനെ ആക്കാൻ പറ്റുമോ എന്ന് നോക്കണം. ഇതാണ് ഇതിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം. ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ജലസ്തു ഫി സഫിൽ അവൽ, ജലസ്തു ഞാൻ ഇരുന്നു, ഫി സഫിൽ അവൽ ഒന്നാമത്തെ വരിയിൽ. യഥാർത്ഥത്തിൽ എന്തില്ല അവിടെ? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. അതേസമയം ഇരുന്ന സ്ഥലത്തെ പറയുന്നുണ്ട്. അത് ഫീ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക്
മഫ്ഊലുൻ ബിഹിയിലെ നസ്ബൊന്നും അവിടെ കാണാൻ പറ്റില്ല. മറ്റൊരു കാര്യം പറയുന്നത് റഅ അല്ലെങ്കിൽ അറയാണ്, റഅ അല്ല, റഅ കണ്ടു, അറ കാണിച്ചു. അപ്പൊ അതിന്റെ രൂപഭേദങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി ഈ പാഠത്തിൽ വരുന്നുണ്ട്. പിന്നെ ചില സംഗതികൾ പാഠത്തിൽ നമുക്ക് വരുമ്പോൾ പറയാം. ഇയ്യാക്ക ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗം, ഇന്നമായുടെ പ്രയോഗം നമ്മൾ പഠിച്ചതാണ്. അതേപോലെ വാവുൽ ഖസ്മ് നമ്മൾ പഠിച്ചതാണ്. സത്യം ചെയ്യാനുള്ള വാവിന് ശേഷം കസ്ർ വരുന്നു. അങ്ങനെ ചില സംഗതികൾ ഇതിൽ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അദ്ദർസു സാമിൻ അശർ ബഅദ സ്വലാത്തിൽ അസർ, അസർ നമസ്കാരത്തിന് ശേഷമുള്ള സംഭവ വികാസമാണ് പറയാൻ പോകുന്നത്. അൽ മുദരിസ് കൈഫ അംസൈതും യാ ഇഖ്വാൻ. നേരത്തെ സുബൈക്ക് എന്ത് പറഞ്ഞു? കൈഫ അസ്ബഹത അല്ലെങ്കിൽ അസ്ബഹത്തും എന്ന് ചോദിച്ചു. വൈകുന്നേരം ആയപ്പോഴേ കൈഫ അംസൈതും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹ് എന്ന് പറയുന്നത്. അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹ്, അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്. പ്രഭാതത്തിലെ പ്രാർത്ഥനയിൽ അസ്ബഹ്ന വ അസ്ബഹൽ മുൽക്കു ലില്ലാഹ്. വൈകുന്നേരം ആകുമ്പോ അംസൈന വ അംസൽ മുൽക്കു ലില്ലാഹ്. അവിടെ വാവ് എന്താണ്? വാവുൽ മഅയ്യ എന്ന് പറയും. അള്ളാഹ്ക്ക് ആധിപത്യം അള്ളാഹ്ക്ക് ആയിരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്തത്? അതേ സമയമാണ് ഞാൻ പ്രഭാതത്തിലായത്. അതേപോലെ അംസൈന വ അംസൽ മുൽക്കില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ആധിപത്യമായിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ വൈകുന്നേരത്തിലായത്. ഇവിടെ എന്ത് പറഞ്ഞു? അത്വലബത്തു. ത്വലബത്ത് ആരാണ്? കഴിഞ്ഞ പാഠത്തിൽ ത്വലബത്ത് ഒന്നും തോന്നല്ലോ. തുല്ലാബിന്റെ മറ്റൊരു ബഹുവചനമാണ് ത്വലബത്ത്, സ്റ്റുഡൻസ്. അംസൈന ബിഖൈർ വൽഹംദുലില്ലാഹ്. ഞങ്ങൾ ഖൈറിലാണ് വൈകുന്നേരത്ത് എത്തിയത്. അംസൈന ബിഖൈർ. ഈ അംസ എന്താണെന്ന് പറഞ്ഞു? നമ്മള് കാനയുടെ സഹോദരിയാണ്. കാനയുടെ സഹോദരിയാണ് അംസ. ഇവിടെ കാണാത്തതെന്ന് പറഞ്ഞാൽ അംസയുടെ ശേഷം അംസയുടെ നാമം നെഹ്നുവാണ് അതിനകത്തുള്ള. അതുകൊണ്ട് അതിന്റെ റഫർ കാണാൻ പറ്റില്ല. ബിഖൈരിൻ എന്നത് ബി ചേർത്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവിടെയും നസ്ബ് കാണാൻ പറ്റില്ല. അൽ മുദരിസ് ലിമ അഖ്റജത സബൂറത യാ ഉസാമ. ലിമ അഖ്റജത എന്തായി? ഖറജ പുറത്ത് പോയി. അതിനെന്താ അഖ്റജ? എങ്ങനെയാ, എന്തിനാ അഖ്റജ ആക്കിയത്? അതിനെ ട്രാൻസിറ്റീവ് ആക്കിയതാണ്. ഇൻട്രാൻസിറ്റീവ് ആയ ഖറജ. ഖറജ ഹാമിദിൻ എന്ന് പറഞ്ഞാൽ ഖറജ ഹാമിദ് പോയി. അതിനെന്തില്ല? മഫ്ഊലുൻ ബിഹി ഇല്ല, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. അതുകൊണ്ട് എന്താണ്? ഫിഅല് ഇൻട്രാൻസിറ്റീവ് ആണ്. അറബിയിൽ ഇൻട്രാൻസിറ്റീവ് എന്ത് പറയും? ഫിഅലുൽ ലാസിം എന്ന് പറയും കേട്ടോ. അത് നമ്മൾ പഠിക്കും, ഇതിന്റെ വിശദീകരണം പറയുന്നിടത്ത് പഠിക്കും. അതിനെന്താക്കി? ട്രാൻസിറ്റീവ് ആക്കി. അപ്പോഴാണ് അഖ്റജ ആയത്. അപ്പൊ ഹംസ് ചേർത്തിട്ടാണ് അഖ്റജ അല്ലെങ്കിൽ അതിനെ ട്രാൻസിറ്റീവ് ആക്കിയത്. ലിമ അഖ്റജത സബൂറത എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ അഖ്റജാക്കി ഉൽപ്പാദിപ്പിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ പഠിപ്പിച്ചേ? പുറപ്പെടുവിച്ചു എന്ന് പഠിച്ചിട്ടുണ്ട്. ഇവിടെ എന്തായിരിക്കും? അഖ്റജ ആ പുറത്തിട്ടു അല്ലെങ്കിൽ പുറത്ത് വെച്ചു. ഇവിടെ സബ്ബോറത്തിനാണ്. ബോർഡ്, റൈറ്റിംഗ് ബോർഡിന് നീ എന്താണ് പുറത്ത് വെച്ചതെന്ന്.
അദ്ഖിൽഹാ ബിസുർഅ. അപ്പോ അവിടെയും എന്ത് ചെയ്തു? ദഖല പ്രവേശിച്ചു, അദ്ഖല പ്രവേശിപ്പിച്ചു. ദഖല എന്ന ക്രിയയെ ട്രാൻസിറ്റീവ് ആക്കിയപ്പോൾ ആക്കാൻ ഉപയോഗിച്ചത് അദ്ഖല എന്ന അഞ്ചല ഗ്രൂപ്പാണ്, അഞ്ചല വചനാണ്. അദ്ഖല പ്രവേശിപ്പിച്ചു. ഇപ്പൊ എന്താ അർത്ഥം? സെന്റൻസ് പറയുമ്പോ പ്രവേശിപ്പിച്ചു, പുറത്താക്കി എന്നല്ല പറയാ, സബ്ബൂറയാണ് ഇവിടെ. അതുകൊണ്ട് എന്ത് ചെയ്തു? സബ്ബൂറയെ എന്തിനാണ് നീ പുറത്തു വെച്ചത്? അദ്ഖിൽഹ, അകത്ത് വെക്കൂ, ബിസുർഅ, ബിസുർഅത്തിൻ. മുമ്പ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, ബിസുർഅത്തിൻ, പെട്ടെന്ന്. ബിസുർഅത്തിൻ. ബിസുർഅത്തിൻ ഇതിനാണ് അറബികൾ എപ്പോഴും നാക്കടുത്ത് പറഞ്ഞത് അല്ല സുറ 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 എന്ന് പറയും. വേഗത്തിൽ, ക്വിക്ക്ലി. കുറെ ശബ്ദമൊന്നും കേട്ടില്ലല്ലേ? അല്ല, ഞാൻ ഇന്ന് കേൾക്കുന്നുണ്ടായിരുന്നു, കുറച്ച് തിരക്കായി പോയി. ഓക്കെ, ബിസുറ ക്വിക്ക്ലി. അപ്പൊ ഇങ്ങനെയാണ് അറബികൾ സുറ സുറ എന്ന് പറയും. അവസാനം കേൾക്കുന്ന ആൾക്ക് സൂറ സൂറ എന്നാണ് കേൾക്കുക. അപ്പൊ കോപ്പി എടുക്കാനാണോ പറഞ്ഞത്, വേഗം ചെയ്യാനാണോ പറഞ്ഞതെന്നൊന്നും അറിയില്ല. ഇനി അതല്ല സൂറയെ വിളിച്ചാണോ എന്ന്. സംഭവം ഐനാണ്, ബിസുറ എന്നതാണ്. അപ്പൊ ഈ പറയുന്ന വാക്കുകൾക്ക് അല്ലെങ്കിൽ യൂസേജുകൾക്ക് പലപ്പോഴും എന്തുണ്ടാകും? അതായത് പ്രപ്പോസിഷൻസോ അവ്യയങ്ങളോ അതുപോലുള്ള സംഗതികളൊക്കെ ഉണ്ടാകും. അത് സ്പോക്കണിൽ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും പറയും. ഉസാമത്ത് അഖ്റജ്തുഹ ലിഉനള്ളിഫഹ, ലിഉനള്ളിഫഹ. നള്ളഫ, നള്ളഫ എന്തായി? വൃത്തിയാക്കി. നള്ളഫ വൃത്തിയാക്കി. പിന്നെ നളീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തിയുള്ളത്. നമ്മൾ നേരത്തെ പഠിച്ചല്ലോ നളീഫ്. നളീഫ് അല്ലേ വൃത്തിയുള്ളത്. ഇവിടെ എന്താ? നള്ളഫ വൃത്തിയുള്ളതാക്കി. ലിഉനള്ളിഫഹ ഞാൻ അതിനെ വൃത്തിയാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ലീക്ക് ശേഷം കേട് മുളാരി വന്നുകൊണ്ടാണ് ഇത് നസ്ബി ചെയ്തത്. അവിടെ അൻ മറിഞ്ഞിട്ടുണ്ട്. ലിഉനള്ളിഫഹ, ലിഅൻ ഉനള്ളിഫഹ അതിനെ വൃത്തിയാക്കുന്നതിന് വേണ്ടി, വൃത്തിയാക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തു വെച്ചത്. സഉദ്ഖിലുഹ ബഅദ തൻളീഫിഹ. നള്ളഫ യുനള്ളിഫു, തൻളീഫ് വൃത്തിയാക്കൽ. സഉദ്ഖിലുഹ ഞാൻ ഉടനെ തന്നെ എടുത്തകത്ത് വയ്ക്കും. ബഅദ തൻളീഫിഹ അതിനെ വൃത്തിയാക്കിയതിന് ശേഷം. ഓക്കെ, അപ്പോ അദ്ഖലയുടെ ട്രാൻസിറ്റീവ് ഫോമാണ്, ദഖലയുടെ ട്രാൻസിറ്റീവ് ഫോമാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. അൽ മുദരിസ് അയ്യുഹൽ ഇഖ്വതു ഉഹന്നിഉകും ബിനജാഹികുമുൽ ബാഹിർ ഫിൽ ഇംതിഹാനിൽ നിസ്ഫി والله لقد فرحت كثيرا بهذه النتيجة التي بلغت نسبتها 97%. ഓക്കെ, അയ്യുഹൽ ഇഖ്വതു സഹോദരന്മാരെ, ഉഹന്നിഉകും ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ നേരത്തെ പറഞ്ഞല്ലേ, തഹ്നിഅത്ത് പ്രശംസിക്കുന്നു. അല്ല, അത് ഹുനൈഅത്താണ്. ഉഹന്നിഉകും കഴിഞ്ഞ പാഠത്തിൽ വന്നതാണ് എന്റെ ഓർമ്മ. എന്ത് ചെയ്യുന്നു? അതെ, നിങ്ങളെ പ്രശംസിക്കുന്നു. കഴിഞ്ഞ പാഠത്തിന് മുമ്പത്തെ പാഠത്തിലായിരുന്നു. ഉഹന്നിഉകും, ഹന്നഅ യുഹന്നിഉ പ്രശംസിച്ചു. ഉഹന്നിഉകും ബിനജാഹിക്കും നിങ്ങളുടെ. അപ്പൊ എന്താ? ഉഹന്നിഉകും ഞാൻ നിങ്ങളെ പ്രശംസിച്ചു. ബി നജാഹിക്കും നിങ്ങളുടെ. നജാഹ് എന്താ? വിജയം. വിജയം. നിങ്ങളുടെ വിജയത്തിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. അൽ ബാഹിർ, ബാഹിർ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാൻ അല്ലെങ്കിൽ ബുദ്ധിയുള്ള,
എന്താ എഴുതിയിരിക്കുന്നത്? ബ്രില്യന്റ്. അൽ ബാഹിർ എന്ന് പറഞ്ഞാൽ ബ്രില്യന്റ്, ഡസ്ലിംഗ്. നിങ്ങളുടെ ബുദ്ധിപൂർവകമായ ഈ നതീജയിൽ ഈ ഹാദിഹിൻ നതീജത്തില്ലത്തി അല്ല എന്താണ് ലഖദ് ബലഗതും ബിജാഹിക്കുമുൽ ബാഹിർ. നിങ്ങളുടെ എന്താണ് ബുദ്ധിപൂർവകമായ ഈ വിജയത്തിൽ ഫിൽ ഇംതിഹാനിൻ നിസ്ഫി, ഇംതിഹാനിൻ നിസ്ഫ്. നിസ്ഫ് എന്താണ്? ഹാഫ്. പകുതി. ഇംതിഹാൻ പരീക്ഷ. ഇംതിഹാനിൻ നിസ്ഫി എന്ന് പറഞ്ഞാൽ ഹാഫ് ഇയർലി എക്സാം. നിസ്ഫ് സനവി എന്നൊക്കെ പറയും. ഹാഫ് ഇയർലി എക്സാമിനേഷൻ. ഹാഫ് ഇയർലി എക്സാമിനേഷനിൽ നിങ്ങളുടെ ബുദ്ധിപൂർവകമായ ഈ വിജയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ പ്രശംസിക്കുന്നു. വല്ലാഹി ലഖദ് ഫരഹ്തു കസീറൻ. വല്ലാഹി വാവുൽ ഖസം, സത്യം ചെയ്യാനുള്ള വാ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അതിന് ലഫ്ദുൽ ജലാലത്തിന് കസ്ർ വന്നു. വല്ലാഹി സത്യം ചെയ്യാനുള്ള വാ, വാവുൽ ഖസം. ലഖദ് ഫരഹ്തു, സന്തോഷിക്കും. തീർച്ചയായും ഞാൻ എന്ത് ചെയ്തു? ഫരഹ്തു സന്തോഷിച്ചിട്ടുണ്ട്. കസീറൻ ധാരാളം. ബിഹാദിഹിൻ നതീജത്തി, നതീജത്ത് റിസൾട്ട്. ഈ റിസൾട്ടിൽ അല്ലത്തി ബലഗത്ത് നിസ്ബത്തുഹ, അതിന്റെ തോത്. നിസ്ബത്ത് എന്ന് പറഞ്ഞാൽ തോത്, ഇവിടെ ശതമാനം. 97%. 97% ശതമാനം കേട്ടോ. ബലഗത് നിസ്ബത്തുഹ, അതിന്റെ തോത് എത്ര എത്തി? 97% എത്തിയ നിങ്ങളുടെ ഈ വിജയത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. ഉക്കാശ. ഫർറഹകല്ലാഹ് ദായിമൻ യാ ഉസ്താദ്. ഫർറഹകല്ലാഹു ദായിമൻ. എന്താ? ഫരിഹത്തു എന്നാണ് ആദ്യം പറഞ്ഞത്. ഫരിഹത്തു എന്ന് പറഞ്ഞപ്പോ ഫരിഹ എന്താണ്? ഫിഅല് ലാസിമാണ്. അതെന്തല്ല, ട്രാൻസിറ്റീവ് അല്ല, ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിനെന്ത് ചെയ്തു? ഫർറഹ. ഫരിഹത്തു എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷിച്ചു. ഫർറഹ എന്തുവരും? സന്തോഷിപ്പിച്ചു. ഫർറഹകല്ലാ, അള്ളാഹ് നിന്നെ സന്തോഷിപ്പിക്കട്ടെ. ദായിമൻ, ദായിമൻ എന്താ? ഓൾവേസ്, എക്കാലവും താങ്കളെ സന്തോഷിപ്പിക്കട്ടെ യാ ഉസ്താദ്. അപ്പൊ എന്താണ്? അവര് പ്രശംസിച്ചതിന്റെ പ്രത്യഭിവാദ്യമാണ്, അല്ല തിരിച്ചുള്ള അഭിവാദം അല്ലെങ്കിൽ പ്രശംസയാണ്, തിരിച്ചു പറയലാണ് അതിന്റെ മറുപടി, റെസ്പോൺസ്. ഫർറഹകല്ലാഹു ദായിമൻ യാ ഉസ്താദ്. അറബിയിൽ എല്ലാത്തിനും എന്തുണ്ടാവും? മറുപടി തിരിച്ചു പറയുന്നതിനുള്ള യൂസേജ് ഉണ്ടാവും. യുദ്ഖിലു ഉസാമത്തു സബൂറത്ത. ഉസാമ എന്ത് ചെയ്യുന്നു? സബൂറത്ത് എന്ത് ചെയ്യുന്നു? യുദ്ഖിലു. ഇതായിരിക്കും അർത്ഥം. യുദ്ഖിലു ഉസാമത്തു സബൂറത്ത് എന്ന് പറഞ്ഞാൽ എന്ത് പറയണം? ഉസാമ സബൂറയെ അകത്ത് കൊണ്ടുവന്നു. അകത്ത് കൊണ്ടുവന്നു. യുദ്ഖിലു അകത്ത് കൊണ്ടുവന്നു. പ്രവേശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അകത്ത് കൊണ്ടുവന്നു. അൽ മുദരിസ്. ഇന്നി ജവ്വൽതു ഫീ മശാരിഖിൽ അർളി വ മഗാരിബിഹ. എന്താ അർത്ഥം? മശാരിഖിൽ അർളി വ മഗാരിബിഹ എന്ന് പറഞ്ഞാൽ ഞാൻ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം എന്ന് പറയുന്നതിനാണ് മശാരിഖിൽ അർളി വ മഗാരിബിഹ എന്ന് പറയുന്നത്. ഭൂമിയുടെ കിഴക്ക് മുതൽ അല്ലെങ്കിൽ ഉദയസ്ഥാനം മുതൽ അസ്തമയസ്ഥാനം വരെ എന്ന അർത്ഥത്തിലാണ് ഫീ മശാരിഖിൽ അർളി വ മഗാരിബിഹ എന്ന്. ഇനി ജവ്വൽതു, ഞാൻ എന്ത് ചെയ്തു? ചുറ്റിക്കറങ്ങി. ജവ്വാൽ എന്താ? ജവ്വാല്
ഫോൺ, മൊബൈൽ ഫോൺ. Moving. മൊബൈലാണ്, ഫോണെന്ന് അർത്ഥമില്ല. അൽ ഹാത്തിഫുൻ നക്കാൽ എന്നൊക്കെയാണ് അന്ന് പറഞ്ഞിരുന്നത് മൊബൈൽ ഫോൺ ഇറങ്ങിയപ്പോ സമയത്ത്. ഹാത്തിഫുൻ നക്കാൽ, ഹാത്തിഫുൻ ജവ്വാലായി. അപ്പൊ ജാല യജൂലു എന്ന് പറഞ്ഞാല്, ജാല യജൂലു എന്ന് പറഞ്ഞാൽ കറങ്ങി നടന്നു എന്നാ. അപ്പൊ ഇവിടെ ജവ്വല എന്ന് പറഞ്ഞത് എന്താ അർത്ഥത്തിലല്ല, കറക്കി എന്ന അർത്ഥത്തിലല്ല. ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി. അല്ല, ഞാൻ നന്നായിട്ട് കറങ്ങി, ഒരുപാട് കറങ്ങി എന്ന അർത്ഥത്തിലാണ്. ഒരുപാട് ചെയ്തു എന്താണ്, ആധിക്യത്തിന്റെ, നമ്മൾ ആധിക്യത്തിന്റെ പറയുന്നു, മുബാലകത്താണ്. കുത്തിലു തക്തീല എന്നൊക്കെ പറഞ്ഞല്ലോ ഖുറാനില്. അത് മുബാലകത്തിന്റെ ഉപയോഗമാണ്. കത്തല വധിച്ചു എന്ന് പറഞ്ഞാൽ കത്തല വധിച്ചു. അപ്പൊ അതെന്താണ്, ട്രാൻസിറ്റീവ് വെർബാണ്. കത്തല എന്ന് പറഞ്ഞാലോ, അതിനെന്ത് ചെയ്തു, അതിനെ സബ്ബഹ ഗ്രൂപ്പാക്കി. അപ്പൊ എന്താവും, അതിനെ ആധിക്യത്തിന്റെ രൂപം വന്നു, അധികമാണ് എന്ന അർത്ഥം വന്നു, അധികമായി ചെയ്തു. അപ്പൊ ജവ്വൽത്തു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് കറങ്ങിയിട്ടുണ്ട് എന്നർത്ഥം. ഫി മശാരിഖൽ അർളി വ മഗാരിബിഹ, ഭൂമിയുടെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, ലോകം മൊത്തം എന്നർത്ഥം. വദർറസ്തു ഫി ബിലാദിൻ കസീറത്തിൻ. അപ്പൊ ദറസ പഠിച്ചു. ദർറസ എന്ന് പറഞ്ഞാലോ, പഠിപ്പിച്ചു. പഠിപ്പിച്ചു. അപ്പൊ അതിനെ ഇവിടെ എന്താണ്, ദറസ എന്നത് ട്രാൻസിറ്റീവ് ഇൻട്രാൻസിറ്റീവ് വെർബാണ്. അതിനെ ട്രാൻസിറ്റീവ് ആക്കിയതാണ് ദർറസ എന്നുള്ളത്. ദർറസ്തു ഫി ബിലാദിൻ കസീറത്തിൻ, ധാരാളം നാടുകളിൽ. അപ്പൊ ഞാൻ ലോകം മൊത്തം ചുറ്റിക്കറങ്ങി ധാരാളം നാടുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വലം അറ, കണ്ടിട്ടില്ല. വലം അറ. അപ്പൊ റഅ യറ, റഅ യറ എന്നാണ്. റഅ യറ, യറ യറൗ, യറ യറൗന, തറ തറൗന, അറ നറ. അറ എന്ന് പറയുന്നിടത്ത് എന്തുണ്ട്, ഞാൻ കാണുന്നു എന്ന് പറയുന്നിടത്ത് ഒരു ഹദായുടെ പോലുള്ള യായുണ്ട്. ലം വന്നപ്പോൾ ആ ദുർബലാക്ഷം പോയിക്കൊണ്ടാണ് എന്ത് ചെയ്തത്, ജസ്മി ചെയ്തത്. സുക്കുനല്ല വരുന്നത്. ദുർബലാക്ഷം അവസാനം വരുമ്പോ ദുർബലാക്ഷം കളഞ്ഞുകൊണ്ട് ജസ്മി. വലം അറ തുല്ലാബൻ, ഞാൻ കുട്ടികളെ കണ്ടിട്ടില്ല, സ്റ്റുഡൻസിനെ കണ്ടിട്ടില്ല. വലം അറ തുല്ലാബൻ. തുല്ലാബ് എന്താണ്, മഫ്ഊലുൻ ബിഹിയാണ്, നസ്ബ് ചെയ്യപ്പെട്ടിരിക്കുന്നു. വലം അറ, ഞാൻ കണ്ടിട്ടില്ല. വലം അറ, ഞാൻ കണ്ടിട്ടില്ല, തുല്ലാബൻ, സ്റ്റുഡൻസിനെ, അഹ്സന മിൻകും, നിങ്ങളെക്കാൾ ഉത്തമമായ. സൂപ്പർലേറ്റീവ് വസ്ൻ ഉപയോഗിച്ചിട്ട് കമ്പാരിസൺ ആണ് ചെയ്തിരിക്കുന്നത്, മിൻ ഉപയോഗിച്ച്. അഹ്സന മിൻകും, നിങ്ങളെക്കാൾ ഉത്തമരായ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളെ വിഷയം ജവ്വല എന്നത് എന്താണ്, ആധിക്യത്തിന്റെ രൂപമാണ്, അധികമായി ചുറ്റിക്കറങ്ങിയെന്ന അർത്ഥമാണ്. പിന്നെ ദർറസ, ദർറസ എന്നതിന്റെ ട്രാൻസിറ്റീവ് ആണ് ദർറസ. അതാണ് നമ്മുടെ പാഠങ്ങൾ. പിന്നെ ലം അറ എന്നത് നമ്മൾ ലം വന്നതിന് ശേഷം, അത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്, അത് ഒന്നുകൂടെ ഓർമ്മിക്കുക. സാമത്ത്, ജസാക്കല്ലാഹു ഖൈറൻ യാ ഉസ്താദ്. എന്താ ജസാക്കല്ലാഹു ഖൈറൻ പറഞ്ഞത്, ഇവരെവിടെ നേരത്തെ പറഞ്ഞത്, മുദരിസ് എന്ത് ചെയ്തു, നിങ്ങളുടെ വിജയത്തിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രശംസിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അന്ന് പറഞ്ഞതിന് മറുപടി ഫർറഹക്കല്ലാഹു പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, നിങ്ങളെക്കാളും ഉത്തമരായ സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളെക്കാളും നല്ല സ്റ്റുഡൻസിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് വേറൊരു പ്രശംസയിൽ പോയി പറഞ്ഞു.
അപ്പോഴാണ് ഉസാമ പറഞ്ഞത് ജസാക്കല്ലാഹു ഖൈർ. അപ്പൊ അതിന് പ്രത്യഭിവാദ്യമായിട്ടാണ് തിരിച്ച് മറുപടി പറഞ്ഞത് എന്താണ്? ജസാക്കല്ലാഹു ഖൈർ യാ ഉസ്താദ്, അള്ളാഹു താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. താങ്ക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒറ്റ വാക്കില് വിടുകയല്ല, ശുക്രനും പറയാം, ശുക്രനും പറയാറുണ്ട്. പക്ഷേ ശുക്രൻ പറയുന്നതിനേക്കാളും നല്ല എന്താണ്? ജസാക്കല്ലാഹു ഖൈറൻ എന്നാണ്. അള്ളാഹ് താങ്കൾക്ക് പ്രതിഫലം നൽകട്ടെ. അൽ മുദരിസ് ലഅല്ലക്കും അഖ്ബർതും ദഫാത്തിറൻ നഹ്വ്, ലഅല്ലക്കും അഖ്ബർതും, നിങ്ങൾ ലഅല്ല ആകട്ടെ ആകട്ടെ. ആകുമോ അയക്കാമെന്നാണ്. അതേപോലെ തറജിയാകുമെന്ന് പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കുന്നെന്ന് പറഞ്ഞില്ലേ, പ്രതീക്ഷിക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ലഅല്ലക്കും അഖ്ബർതും, നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അഖ്ബറ നമ്മളെ സബ്ജക്റ്റ് പറഞ്ഞ അഖ്ബറ, ഹളറ ഹാജരായി, അഖ്ബറ ഹാജരാക്കി, അഖ്ബറ ഹാജരാക്കി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അഖ്ബർതും നിങ്ങൾ ഹാജരാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അഥവാ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ദഫാത്തിർ നോട്ട്ബുക്ക്, ഏത് നോട്ട്ബുക്ക്? ദഫാത്തിർ നഹ്വി, ഗ്രാമറിന്റെ നോട്ട്ബുക്ക്. ഉക്കാശ നഅം അഖ്ബർനാഹ, ഞങ്ങളത് കൊണ്ടുവന്നിട്ടുണ്ട്. ഹാ പറയാൻ കാരണം ദഫാത്തിർ ജം ആയതുകൊണ്ട്. അൽ മുദരിസ് ഹാത്തുഹ, ഹാത്തുഹ അത് കൊണ്ടുവരൂ, നിങ്ങളത് കൊണ്ടുവരൂ. ഉരീദു അൻ ഉരിയൽ മുദീറ, ഉരിഹ ഉരിയഹ അൽ മുദീറ, ഹാത്തുഹ അത് ഇങ്ങോട്ട് കൊണ്ടുവരൂ. ഉരീദു അൻ ഉരിയഹ, എനിക്ക് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. എന്തായി? റഅ എന്നതിന്റെ ട്രാൻസിറ്റീവ് വെർബായ അറയാക്കി. റഅ എന്നതിനെ എന്ത് ചെയ്യുന്നു? റഅ എന്നർത്ഥം എന്തുണ്ട്? റഅ ഹംസ ഉണ്ട്, റ കഴിഞ്ഞിട്ട് ഹംസ ഉണ്ട്, ഹംസ കഴിഞ്ഞിട്ട് പിന്നീട് ദുർബലാക്ഷം ഉണ്ട്. റഅ, റ കഴിഞ്ഞിട്ട് ഹംസ ഉണ്ട്, പിന്നെ ദുർബലാക്ഷം റഅ. അതിനെ ട്രാൻസിറ്റീവ് ആക്കുമ്പോൾ റഅ എന്ന് പറഞ്ഞാൽ ഇൻട്രാൻസിറ്റീവ് വെർബാണ്. കണ്ടു എന്ന് പറയുന്നതിൽ എന്തില്ല? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഇല്ല. അല്ല സോറി, റഅയ്ക്ക് ഒബ്ജക്റ്റ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? ഇവിടെ മനസ്സിലാക്കാൻ രണ്ട് സംഗതിയുണ്ട്. ഒന്ന്, ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഉള്ളതിനെ എന്ത് ചെയ്യാം? വീണ്ടും അതിനെ ട്രാൻസിറ്റീവ് ആക്കുമ്പോൾ അതിന് എന്താവും? രണ്ട് ഒബ്ജക്റ്റ് വരും, രണ്ട് ഒബ്ജക്റ്റ് വരും. അപ്പോ റഅയ്തുൽ മുദീറ, ഞാൻ എന്ത് ചെയ്തു? ഞാൻ മുദീറിനെ കണ്ടു. അപ്പോ റഅ എന്നത് ട്രാൻസിറ്റീവ് വെർബാണ്. അതിനെന്തുണ്ട്? മുദീർ എന്തായി? മഫ്ഊലുൻ ബിഹി ആയിട്ട് വന്നു. റഅയ്തുൽ മുദീറ, ഞാൻ മുദീറിനെ കണ്ടു. ഇവിടെ എന്ത് പറഞ്ഞു? അൻ ഉരിയഹ. അപ്പൊ എന്തായി? റഅ എന്നതിനെ അഞ്ചല ഗ്രൂപ്പാക്കി അറയാക്കി. അറ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും? റഅയുടെ മാത്രം പ്രത്യേകതയാണത്. കാരണം റഅയ്ക്ക് ഹംസും വന്നു, ദുർബലാക്ഷം വന്നു. ഹംസ് വന്നാൽ എന്താണ്? നമ്മൾ എന്തോ ഒരു ടെക്നിക്കൽ വാക്കി പറഞ്ഞല്ലോ അന്ന്. ഹംസ് വരുന്ന ക്രിയകളെ VIP എന്ന് പറഞ്ഞു, പ്രത്യേക സവിശേഷതയുള്ള ക്രിയയാണ്. അതേപോലെ ദുർബലാക്ഷമുള്ള ക്രിയയെ എന്ത് പറഞ്ഞു? അതും VIP ആണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഹംസും ദുർബലാക്ഷം വന്നപ്പോ എന്തായി? ഡബിൾ VIP ആയി, ഡബിൾ VIP ആയി. അപ്പൊ ഇവിടെ അതിനെ അഞ്ചര ഗ്രൂപ്പ് ആക്കുമ്പോൾ അതിന് അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ടാകും. അങ്ങനെയാണ് എന്തായത്? നമ്മൾ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക. അതിലിവിടെ ഇതിന്റെ വിശദീകരണത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ആ വിശദീകരണം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത് റഅ കണ്ടു, അറ കാണിച്ചു. നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുക? കാണാൻ പഠിച്ചു വയ്ക്കുക. റഅ കണ്ടു, അറ കാണിച്ചു. ഇപ്പൊ റഅ എന്നതിനെ എന്താക്കിയതാണ്? ട്രാൻസിറ്റീവ് ആക്കിയതാണ് അറ ആയത്. അപ്പൊ അറായുടെ പട്ടിക നമ്മൾ പഠിച്ചായിരുന്നു. അറ, അറ, അറവും, അറയത്ത്, അറയത്തും, അറയത്തും, അറയന, യുരി, യുറൂന, തുരി, തുറൂന, ഉരി, നുരി.
കദാലിക നുരി ഇബ്രാഹിം മലക്കൂത്ത സമാവാത്തിയൊക്കെ നമ്മൾ പറഞ്ഞതിന്റെ ഓർമ്മ. എന്തായിരുന്നാലും ഇവിടെ അറ എന്ന എന്ന ക്രിയയെ വീണ്ടും ട്രാൻസിറ്റീവ് ആക്കിയതാണ്. ട്രാൻസിറ്റീവ് ആയ ക്രിയയെ വീണ്ടും ട്രാൻസിറ്റീവ് ആക്കുമ്പോൾ എന്ത് സംഭവിക്കും പറഞ്ഞു? എന്ത് സംഭവിക്കും പറഞ്ഞു? രണ്ട് മഫ്ഊലുൻ ബിഹി ഉണ്ടാകും. ഒരു മഫ്ഊലുൻ ബിഹി ഉള്ള ക്രിയയെ വീണ്ടും ട്രാൻസിറ്റീവ് ആക്കിയാൽ, അല്ലെങ്കിൽ വീണ്ടും അൻസല നസ്സല ഗ്രൂപ്പ് ആക്കിയാൽ എന്താവും? അതിലധികം ഒബ്ജക്റ്റുകൾ ഉണ്ടാവും. അങ്ങനെയാണ് ഉരീഹ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അൻ വന്നത് കൊണ്ട് എന്തായി? ഉരി എന്നതിന്റെ യാന് നസ്ബ്, ഉരി എന്ന ക്രിയക്ക് നസ്ബ് അൻ വന്നുകൊണ്ട്. കാരണം യാ നസ്ബിനെ സ്വീകരിക്കും. ലമ്മും കസറുമാണ് പ്രയാസകരമായി വരുന്നത്. അപ്പൊ അൻ ഉരിയ, അപ്പോ അറ കാണിച്ചു, യുരി കാണിക്കുന്നു, യുരി അല്ല, ഉരിയ എന്നുള്ള കാണിക്കപ്പെട്ടു എന്നല്ല, പാസീവ് വോയിസ് അല്ല. ഇടയ്ക്ക് നിങ്ങൾ വേറെ എന്തെങ്കിലും പണി ചെയ്യുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാഹ്. അല്ല, വേറെ പണി ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. വേറെ പണി ചെയ്യുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക ഒന്നുകൂടെ. ഇൻഷാ അല്ലാഹ്. അറ കണ്ടു, അറ കാണിച്ചു. അറായുടെ പട്ടികയാണ്. അറായുടെ അറ എന്ന് പറഞ്ഞാൽ കാണിച്ചു അഞ്ചര ഗ്രൂപ്പ്. അഞ്ചര ഗ്രൂപ്പിന്റെ അപൂർണക്രിയ എന്തെങ്ങനെ വരും? അപ്പൊ ഇവിടെ അറ എന്നതിന്റെ എന്നാണ് അതിന്റെ ഒറിജിനൽ മൂന്നക്ഷര ക്രിയ. റഅയില് ഒരു ഹംസും പിന്നെ ഒരു യാവുമാകുന്ന ദുർബലാക്ഷരങ്ങളുണ്ട്. ഒരു ഹംസും ഒരു ദുർബലാക്ഷരവും അടങ്ങിയ ഡബിൾ VIP ആണ്. അതിനെ അപൂർണക്രിയയിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാകും. അതാണ് പറഞ്ഞത്. അത് അപൂർണക്രിയ ആകുമ്പോൾ അറ എന്നുള്ളത് യുരി എന്നാണ് വരിക. അറ എന്നത് യുരി എന്നാണ് അതിന്റെ അപൂർണക്രിയ വരിക. ടേബിൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. നമ്മൾ ഫൈനൽ വരുന്നതിനകം ടേബിൾ പഠിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ. അറ, അപ്പൊ അറ കാണിച്ചു, യുരി കാണിക്കും. അങ്ങനെയാണ് കദാലിക നുരി ഇബ്രാഹിം, നുരി നാം കാണിച്ചു ഇബ്രാഹിം. ഉരീക്കും, നിങ്ങൾക്ക് നാം കാണിച്ചു തരും എന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉരി എന്നതിനെ അൻ വന്നതുകൊണ്ട്, അതിന് മുമ്പ് അൻ വന്നതുകൊണ്ട് അതിന്റെ അവസാനത്തിൽ നസ്ബ് വരും. അൻ ഉരിയ, ഞാൻ കാണിച്ചു കൊടുക്കുന്നതിന്, അതിന്. ആർക്ക് കാണിച്ചു കൊടുക്കുന്നതിന്? അൽ മുദീറ, മുദീർ. അപ്പൊ എന്നതിന് ഒരു ഒബ്ജക്റ്റ് ആണ് വന്നത്. റഅയ്തുൽ മുദീറ എന്ന് പറഞ്ഞാൽ ഞാൻ മുദീറിനെ കണ്ടു എന്നാണെങ്കിൽ, ഇവിടെ അറ വന്നപ്പോ എന്തായി? രണ്ട് മഫ്ഊൽ ബിഹി ആയി. ഉരി, ഞാൻ കാണിച്ചു കൊടുക്കും. അതിന്, ആ കിതാബുകളെ അല്ലെങ്കിൽ ദഫ്തറുകളെ. ആർക്ക്? അൽ മുദീറ, ഹെഡ് മാസ്റ്ററിന് ഞാനതിനെ കാണിച്ചു കൊടുക്കും. എനിക്കതിന് ഹെഡ് മാസ്റ്ററിന് കാണിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഹെഡ് മാസ്റ്ററിനെ കാണിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യുസറു ബിഹാ കസീറൻ, യുസറു ബിഹാ കസീറൻ ഇൻഷാ അല്ലാഹ്. അപ്പൊ സർറ എന്താണ്? സർറ സന്തോഷിച്ചു. സർറ സന്തോഷിച്ചു. അതെ, സർറ സന്തോഷിച്ചു. അതിന്റെ അപൂർണക്രിയ എന്തായിരിക്കും? യസുറു. യുസറു അല്ല, സർറയ്ക്ക് ലന്ന പോലെ മൂന്നക്ഷരമാണ്. ലന്ന യലുന്നു, സർറ യസുറു. ഇവിടെ എന്ത് ചെയ്യും? യുസറു എങ്ങനെ വന്നു? പാസീവ് വോയിസാണ്. അപ്പൊ യസുറു സന്തോഷിക്കും, യുസറു സന്തോഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ സന്തോഷവാനാകും, സന്തോഷഭരിതനാകും.
സന്തോഷഭരിതനാവുക എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അതായത് ഒരു എക്സ്റ്റേണൽ ബോഡി അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് മറ്റൊരു സംഭവം ഇയാളെ സന്തോഷിപ്പിക്കുന്നതിനാണ് സന്തോഷഭരിതനാകുന്നു എന്ന് പറയും. മറ്റാരോ മറ്റൊരു വസ്തു അല്ലെങ്കിൽ വ്യക്തി മുഖേന സന്തോഷവാനാകുന്നു. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യുസറു ബിഹ, അത് മുഖേന സന്തോഷഭരിതനാകും. ബിഹ, ഈ ദഫ്തറുകൾ മുഖേന. കസീറൻ ബിഹ, അദ്ദേഹം അല്ലെങ്കിൽ യുസറു, അദ്ദേഹം സന്തോഷഭരിതനാകും. ബിഹ, അതും ഈ കിതാബുകൾ മുഖേന, ദഫ്തറുകൾ മുഖേന. കസീറൻ, ധാരാളം. ഇൻഷാ അല്ലാഹ് അദ്ദേഹം ഇത് മുഖേന വളരെയധികം സന്തോഷവാനാകും. യാ അംറു അസ്മഇനി ബൈത്തൽ മുതനബ്ബി الذي ذكرته أمس. യാ അംറു, അല്ലയോ അംറെ. അംറ് എന്ന ക്രിയ ഇവിടെ വാവ് വന്നതുകൊണ്ട് ഉമർ അല്ല അംറാണെന്ന് മനസ്സിലായി. യാ അംറു, അതിനും സുക്കൂനും ലമ്മൊക്കെ ഇട്ടിരിക്കുന്നത് വേറെ സംഭവമാണ്. അതില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വാവ് കണ്ടാൽ അംറെന്ന് വായിക്കാം. യാ അംറു അസ്മിഅനി, സമിഅ കേട്ടു, അസ്മഅ കേൾപ്പിച്ചു. അപ്പൊ സമിഅ എന്ന ക്രിയയെ എന്താക്കി? ട്രാൻസിറ്റീവ് ആക്കി, അസ്മയാക്കി. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതി പട്ടികയാക്കി ഗ്രൂപ്പിലിടണം. ഞാൻ പറയുന്നതൊക്കെ വാജിബാണ് കേട്ടോ. നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിൽ. ചെയ്താൽ പ്രയോജനം കിട്ടും, ചെയ്തില്ലെങ്കിൽ പ്രയോജനം. വാജിബ് എന്ന് പറഞ്ഞാൽ എക്സസൈസുകൾ, നിർബന്ധമായ സംഗതികളാണ്. അധ്യാപകൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാജിബായ. അപ്പൊ എന്ത് ചെയ്യണം? ഇത് നമ്മൾ പഠിച്ച ട്രാൻസിറ്റീവ് വെർബുകളെ എങ്ങനെ ഇൻട്രാൻസിറ്റീവ് വെർബുകളെ എങ്ങനെ ട്രാൻസിറ്റീവ് ആക്കി. അപ്പൊ ഇൻട്രാൻസിറ്റീവ് വെർബും ട്രാൻസിറ്റീവ് വെർബും. ചില സ്ഥലത്ത് റഅ എന്നത് എന്താണ്? ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ അതിനെ സ്വതവേ ട്രാൻസിറ്റീവ് ആണ്, അതിനെ ഒന്നുകൂടെ ട്രാൻസിറ്റീവ് ആക്കി. അപ്പൊ അതും ഇവിടെ എടുത്ത് എഴുതണം. അവിടെ എടുത്ത് എഴുതുക, അവിടെ മാർക്ക് ചെയ്യണം. സ്റ്റാർട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടെ ചെറുതായിട്ട് സൈഡിൽ എഴുതുക. അതെന്താണ്? itself is transitive. അതിനെ വീണ്ടും ട്രാൻസിറ്റീവ് ആക്കിയാൽ ഒരു അല്ലെങ്കിൽ അധികം മഫ്ഊലുൻ ബിഹി ഉണ്ടാകും. അസ്മഇനി, അപ്പൊ സമിഅ കേട്ടു, അസ്മഅ കേൾപ്പിച്ചു. അസ്മഅ, നീ കേൾപ്പിക്കൂ. അപ്പൊ അഞ്ചല ഗ്രൂപ്പിന്റെ കൽപ്പന ക്രിയയാണ്. അസ്മഅ, അഞ്ചിൽ. അസ്മഅ, നീ എന്നെ കേൾപ്പിക്കൂ. ബൈത്തൽ മുതനബ്ബി. ബൈത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ ബൈത്ത് എന്ന് പറയുമല്ലോ, വീടല്ല ഇത്. കാവ്യശകലം, അതിനാണ് ബൈത്ത് എന്ന് പറയുന്നത്. ബൈത്ത് കപ്ലറ്റ് എന്നാണ് ഇംഗ്ലീഷ് കൊടുത്തിരിക്കുന്നത്, ഓർ വേഴ്സ്. കാവ്യത്തിന്റെ ഉദ്ധരണിയാണ് ഇത് ചെയ്യുന്നത്. ഈരടി പോലുള്ള സംഗതിക്കാണ് കപ്ലറ്റ് എന്ന് പറഞ്ഞതാ. കപ്പൽ എന്ന് പറഞ്ഞ പോലെ കപ്ലറ്റ്, ഈരടിയാണ് ബൈത്ത് എന്ന് പറയുന്നത്. അല്ലാത്ത ബൈത്ത് വീട് വേറെ ഉണ്ട്. ഇവിടെ അസ്മഇനി ബൈത്ത, അപ്പൊ സമിയ കേട്ടു എന്ന്. സമിയ കേട്ടു. അസ്മ വന്നപ്പോ എന്തായി? കേൾപ്പിച്ചു. ഇപ്പൊ സമിയായും എന്താണ്? റഅ പോലെ അത് സ്വതവേ ട്രാൻസിറ്റീവായ വെർബാണ്. അതിനെന്ത് ചെയ്തു? വീണ്ടും ട്രാൻസിറ്റീവ് ആക്കി, അസ്മയാക്കി. അപ്പൊ എന്താ? സമിയത്തു സൗത്തൻ അല്ലെങ്കിൽ സമിയത്തു ബൈത്തൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഈരടി കേട്ടു. അല്ലെങ്കിൽ സമിയത്തു ബൈത്തൽ മുതനബ്ബി, മുത്തനബ്ബിയുടെ ഈരടി ഞാൻ കേട്ടു. അതിനെന്താക്കി? ഇവിടെ അസ്മയാക്കിയപ്പോൾ കേൾപ്പിച്ചു. അസ്മഅത്തുൽ ഉസ്താദ ബൈത്തൽ മുതനബ്ബി. അസ്മഅത്തുൽ ഉസ്താദ, ഞാൻ ഉസ്താദിനെ കേൾപ്പിച്ചു. ബൈത്തൽ മുതനബ്ബി, മുതനബ്ബിയുടെ ഈരടി. അപ്പൊ അസ്മ വന്നപ്പോ എന്തായി? രണ്ട് മഫ്ഊലുൻ ബിഹി ആയി. ഇവിടെ എന്താ? അസ്മ, നീ കേൾപ്പിക്കൂ, നീ എന്നെ. അപ്പൊ ക്രിയയുടെ ഒപ്പം ചേർന്ന് വരുന്ന സർവനാമം എന്തായിരിക്കും? ഒന്നാമത്തെ മഫ്ഊലുൻ ബിഹി ആയിരിക്കും. അതിനെ ക്രിയയെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് നൂന് വിക്കായത്ത് വന്നിരിക്കുന്നത്. കാരണം എന്താ? ക്രിയയുടെ അവസാനം ഇവിടെ സുക്കൂനുണ്ട്.
ആ സുക്കൂന് യാ അൽ മുത്തക്കല്ലിം ചേർന്നാൽ ഡയറക്റ്റ് ചേർന്നാൽ അത് മാറിപ്പോകും. യാ അൽ മുത്തക്കല്ലിം വന്നാൽ അതിന് മുമ്പുള്ളതിന് യായിനോട് അനുയോജ്യമായ അടയാളം കൊടുക്കണം. അതിനെ സേഫ് ഗാർഡ് ചെയ്യുകയാണ് എന്ത് ചെയ്യുന്നത്? നൂന്. ആ നൂന് വെച്ചിട്ടാണ് യാന്റെ ഉചിതമായ അടയാളം നൂനാണ് കൊടുക്കുക. അസ്മ നീ എന്നെ കേൾപ്പിക്കൂ, എന്നെ കേൾപ്പിക്കൂ. അപ്പൊ എന്താണ്? യാ അൽ മുത്തക്കല്ലിം ഒന്നാമത്തെ മഫ്ഊലും ബിഹിയാണ്. രണ്ടാമത്തെ മഫ്ഊലും ബിഹി ഏതാ? ബൈത്തൽ മുത്തനബി, മുത്തനബിയുടെ ഈരടി. മുത്തനബി എന്ന് പറയുന്നത് അവിടുത്തെ എന്താണ്? മഹാകവികളിൽ ഒരാളാണ് മുത്തനബി. അൽ മുത്തനബി ഇതിന് എഴുതിയിട്ടുണ്ടാവും. മഹാകവികളിൽ ഒരാളാണ് മുത്തനബി കേട്ടോ. അപ്പൊ മുത്തനബിയുടെ ബൈത്ത് എന്നെ ഒന്ന് കേൾപ്പിക്കൂ, ഈരടി കേൾപ്പിക്കൂ. അല്ലദീ ദക്കർതുഹു അംസ്, അല്ലദീ ദക്കർതുഹു, ദക്കറ ഓർമ്മിച്ചു അല്ലെങ്കിൽ പരാമർശിച്ചു. ഇവിടെ പരാമർശിച്ചു എന്നുള്ള അർത്ഥം. അല്ലദീ ദക്കർതുഹു ഞാൻ അതിനെ പരാമർശിച്ചു. അംസി ഇന്നലെ, ഞാൻ ഇന്നലെ പരാമർശിച്ചതായ മുത്തനബിയുടെ ഈരടി ഒന്ന് കേൾപ്പിക്കൂ അംറേ. അവിടെ കേട്ടെ. ഓക്കെ, നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ചു നോക്കണേ. പുതിയ കുറെ കാര്യങ്ങളും പുതിയ ഭാഗങ്ങളിലേക്കുള്ള വെളിച്ചം വീശലുമാണുള്ളത്. പുതിയതായിട്ട് യഥാർത്ഥത്തിൽ പുതിയതായിട്ടൊന്നുമില്ല. നമ്മൾ പഠിച്ചു തന്നെയാണ്. അതിനെന്ത് ചെയ്യുന്നു? ഫോർമലായി ഗ്രാമറ്റിക്കൽ വേയിൽ നമ്മൾ പഠിക്കുന്നത് മാത്രമേ ഉള്ളൂ. നസല അൻസല അതൊക്കെ പല പ്രാവശ്യം പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പൊ ഇത് പഠിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പരാമർശിച്ച് പോയത് നല്ലതായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പഠിക്കാൻ എളുപ്പമാണ്. ഒക്കെ ഇവിടെ നിർത്തുകയാണ്. നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നാമും ലോകവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നമ്മെ അവൻ കരകയറ്റട്ടെ. പ്രത്യേകിച്ച് സാമൂഹ്യവും അതുപോലെ ചുറ്റുപാടുപരമായിട്ടുള്ള പ്രദേശത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്യധികം പ്രയാസപൂർണമായ അസ്തിത്വ പ്രതിസന്ധികൾ ഒക്കെയും അല്ലാഹു പരിഹരിച്ചു തരട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته.